ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തത്, സബ്സ്ക്രൈബർ പറഞ്ഞൊരു കാര്യമാണ് കമൻറ്റ് ബോക്സിൽ. ഈ ഒരു സാരി ഇട്ട് ഞാൻ റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീല് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ റീലിൽ എങ്ങനെയാണ് ഗെറ്റ് റെഡി വിത്ത് മീ, ആ ഗെറ്റ് റെഡി നിന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. അത്ര ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തതാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഗെറ്റ് റെഡി പോലെയാണ് അതും ചെയ്തത്. എക്സ്ട്രാ അങ്ങനെയൊന്നും ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞ രീതിക്ക് ഒന്നുകൂടി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ അതിന് മുന്നേ സ്കിന്നിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ നോർമൽ സ്കിന്നിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അപ്ലാക്കിയ ഐലൈനറാണ്, ഡാസ്ലറിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐലൈനർ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പം കാജലിട്ട് കൊടുക്കാം, ഇട്ടിട്ട് തരാം. അപ്പം ഞാനിത് ലൈറ്റായിട്ടാണ് കാജലിട്ടിട്ടുള്ളത് കേട്ടോ. അടുത്തതാണ് ലിപ്സ്റ്റിക് ആടുന്നത്, മാർസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആടുന്നത് കേട്ടോ. ഇത് ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതെൻ്റെ ചാനലുണ്ട്, കയറി നോക്കിയാൽ കാണാൻ പറ്റും. ആ വീഡിയോയിലും ഞാൻ ലിപ്സ്റ്റിക്ക് ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഞാൻ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ഞാൻ ബ്ലഷ് ഇടുന്നുണ്ട്. അപ്പോൾ ബ്ലഷ് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ഇടുക, അല്ലാണ്ട് എനിക്ക് വേറെ ബ്ലഷൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഞാനിടും, ലൈറ്റാക്കിയിട്ടും ഇടും. ഞാൻ ബ്ലഷൊന്നും അധികം യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഇത്ര ഡാർക്കായിട്ടുള്ളത് ഇഷ്ടമല്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഇത് കുറയ്ക്കണം, നമ്മുടെ ഈ ഷെയ്ഡൊന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു സാധനം കൂടെ ഇടാം. ഇത് ഫൗണ്ടേഷനാണ്, അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ആക്കിയിട്ട് ഒന്ന് ലൈറ്റാക്കി കൊടുക്കും. ഇങ്ങനെ ജസ്റ്റ് അതിനൊന്ന് ഇതാക്കിയിട്ട് ലൈറ്റാക്കാം. ഇവിടെ കൂടി പോയിട്ട് ബ്ലഷും ലൈറ്റായിട്ടുണ്ട്. ഇനി പൊട്ടാണ്. അപ്പോൾ ഗൈസ്, പൊട്ടും തൊട്ടിട്ടുണ്ട്. പിന്നെ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, അതിൻ്റെ അടുത്ത് ഫില്ല് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു, അവിടെ ഫില്ല് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ കമ്മലും തൊട്ടിട്ടുണ്ടായിരുന്നില്ല. മുടി ഓപ്പണായിരുന്നു, മുടി ഓപ്പണായിട്ടുണ്ട്. ആൻഡ് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്റ്റാൻഡിലാണ്, വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡിലാണ്. അപ്പോൾ ഞാനതിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ലൈറ്റും ഞാൻ അന്നിട്ട് ആ വീഡിയോ എടുക്കുമ്പോഴുള്ള ലൈറ്റും വേറെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ ഒരു സ്റ്റാൻഡിൻ്റെ അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്, അതും എൻ്റെ ചാനലുണ്ട്. അതും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ ഒരു സ്റ്റാൻഡിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ വീഡിയോ ആണ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റാൻഡിൽ ഞാൻ കാണിച്ചു തരേ, ഈ ഒരു സ്റ്റാൻഡിൽ ഈ ഒരു സാധനങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ലൈറ്റ് ചേഞ്ച് ചെയ്യലും ലൈറ്റിനെ ഇൻക്രീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ബട്ടൺ, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഇത് ഓഫാണ്, അപ്പോൾ അത്രയും ലൈറ്റിൻ്റെ വെളിച്ചം പോകും. ഇത് ഓൺ ആയിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലൈറ്റ് ഇതാണ്. ആൻഡ് ഇത് നമുക്ക് മാറ്റേണ്ടതുണ്ട്, ലൈറ്റ് മാറ്റേണ്ടത് ഇവിടെ ഉണ്ട്. അത് ക്ലിക്കാക്കി കഴിഞ്ഞാൽ ഇത് വേറൊരു ലൈറ്റ്, ഇതൊരു വാമായിട്ടുള്ളൊരു ലൈറ്റ് വരും. ആൻഡ് ഇത് കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടുള്ളൊരു ലൈറ്റ് വരും. ആൻഡ് ആദ്യം തന്നെ 3 ലൈറ്റാണ്, ലൈറ്റിൻ്റെ ഷെയ്ഡാണുള്ളത്. ആൻഡ് ഇത് കൂട്ടാം, അതേപോലെ തന്നെ കുറക്കുകയും ചെയ്യാം. ഇപ്പോൾ കുറക്കേണ്ട ആവശ്യമില്ല, കൂട്ടാം. ഇനി ഞാൻ അപ്പോൾ യൂസ് ചെയ്ത് ലൈറ്റ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തത് ഈ ഒരു വാം ഷെയ്ഡായിട്ടുള്ള ലൈറ്റ് വിത്ത് ലൈറ്റ് ഓഫ് ചെയ്ത്, ലൈറ്റ് മീൻസ് നമ്മൾ റൂമിലുള്ള ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ റൂമിലുള്ള ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ വെളിച്ചം ഇങ്ങനെയാണുള്ളത്. ആൻഡ് ഞാൻ ഇനി എൻ്റെ ഫേസ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. ആൻഡ് ഇതിൽ 3 ലൈറ്റ്സാണ് വരുന്നത്. ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന റൂമിലാണ്. അപ്പോൾ ഈ നിൽക്കുന്ന റൂമിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡിന് ഈ ഒരു വാം ലൈറ്റ് മാത്രം ഉണ്ടാകുമ്പോഴാണ് അന്ന് ഞാൻ ആ വീഡിയോയിൽ ഒരു എന്താ പറയുക, ഒരു വാമായിട്ടുള്ളൊരു കളർ വിത്ത് ഈ ഒരു ലൈറ്റിന് വെളിച്ചം മാത്രമായിട്ടില്ലേ. അപ്പോൾ അത് ഇങ്ങനെ എടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത് ആ വീഡിയോ. ആൻഡ് മേക്കപ്പ് ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സ്ഥലത്താണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അലമാരി ഉണ്ട്, ഐ മീൻ വാർഡ്രോബ് ഇവിടെ ഉണ്ട് അലമാരി. അതേപോലെ തന്നെ ഇപ്പുറത്ത് ജനൽ, അതേപോലെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് ബെഡും ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്ര പോർഷനിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ മാത്രം ലൈറ്റ് ഇങ്ങോട്ടേക്ക് അടിച്ചിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു വീഡിയോ കിട്ടും. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ ഇത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടെന്ന് വിചാരിച്ചില്ല. മീൻസ് ഇത്ര ലൈറ്റിൻ്റെ സെക്ഷൻസ് അതൊന്നും ഉണ്ടാവും വിചാരിച്ചില്ല. പക്ഷേ എനിക്ക് സൂപ്പറായിരുന്നു. വാങ്ങിയിട്ട് എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ അതുവരെ എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ
എവിടെയെങ്കിലും ചാരി വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ എടുക്കുക. മീൻസ് ഏതെങ്കിലും ടേബിൾ മേലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാരി വെച്ചിട്ട് ആ ഫോൺ വീഡിയോ എടുക്കാറ്. പിന്നെ ഈ സ്റ്റാൻഡ് വാങ്ങിയവരെ ഈ സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആ വീഡിയോ എടുത്ത് തരുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഓൾസോ നമുക്ക് ലൈറ്റ് വീണ്ടും കിട്ടും. നമ്മൾ ഈ റൂമിൽ ഇന്നത്തെ ലൈറ്റ് എടുക്കുന്ന റൂമിലത്തെ ലൈറ്റ് മാത്രമാകുമ്പോൾ അധികം ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ലൈറ്റും കൂടി കിട്ടുമ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് കിട്ടും. ആൻഡ് അതുകൂടാഞ്ഞിട്ട് ഇപ്പം നമ്മുടെ യൂട്യൂബിൽ 347 സബ്സ്ക്രൈബേഴ്സ് എങ്ങാനുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ചെറിയൊരു സബ്സ്ക്രൈബർ ആയിരിക്കും, ഐ മീൻ ചെറിയൊരു എമൗണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. പക്ഷേ അത് എനിക്കിപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക്, പക്ഷേങ്കിൽ അത് എനിക്ക് ഭയങ്കര വലുതായിട്ട് എനിക്ക് ഫീൽ ആവുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് തുടങ്ങിയതിൽ വെച്ചിട്ട് ഇപ്പം ഞാൻ ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ 347 സബ്സ്ക്രൈബേഴ്സാണ്. ഇനിയും നമുക്ക് വീണ്ടും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആൻഡ് നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എക്സാംസ് ആണ്. ആൻഡ് എക്സാംസിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എക്സാമിലൊക്കെ ഏകദേശം ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അന്നും രാത്രി തന്നെയാണ് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 347 നിൽക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത്രയും നാൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കുറേ താങ്ക് യു ഉണ്ട്. സോ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. മീൻസ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എത്തിയല്ലോ. ഇനിയും മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ആൻഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവരുടെ സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തീൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ ഞാൻ സമയാന്നാണ് പേര് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ എനിക്ക് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുമെന്ന് ഈ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പം ഞാൻ ഈ എടുത്ത വീഡിയോ. അപ്പോൾ ഇനിയും കമൻസിൽ കുറച്ച് നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ ബാക്കിയുണ്ട്. അതെൻ്റെ ഫ്രണ്ട്സിനെ ഉണ്ട്, പിന്നെ കുറച്ച് പേരും ഉണ്ട്. അപ്പോൾ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാൻ ബാക്കിയുണ്ട്. എക്സാംസ് കഴിഞ്ഞിട്ട് ഇനി വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ പെൻഡിങ്ങിലുള്ള വീഡിയോസും എടുത്ത് തീർക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നല്ല ടഫസ്റ്റ് എക്സാംസൊക്കെ ഇനി വരാൻ പോവാണ്. ഒഴിച്ചു ലീവൊന്നും ഇല്ലാണ്ട് ഇനിയും അടുപ്പിച്ചടുപ്പിച്ച് എക്സാംസ് വരുന്നുണ്ട്. സോ നമുക്ക് എക്സാംസൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ ആയിരിക്കും ഞാൻ നെയിം മീറ്റിംഗ് ചലഞ്ച് പെൻഡിങ്ങിലുള്ള എല്ലാ വീഡിയോസും അപ്പാടേക്ക് ഉണ്ടാവുക. ആൻഡ് ഇനിയിപ്പോൾ കറണ്ടായിട്ട് എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ എന്തായാലും ഇടും. ഈ വീഡിയോ അങ്ങനെ അധികം ലാഗ് അടിക്കാണ്ട് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഇനിയും കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഞാൻ ചെയ്യാം.